എത്ര വലിയൊരു ഉസ്താദ് എന്ന് തോന്നും. അത്രയും വളരെ താഴ്മയോടുകൂടി ഏതൊരു നിസ്സാരമായ കാര്യമാണെങ്കിലും അത് ചോദിച്ചു പഠിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും കാണുന്നവരായിരുന്നു ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ. ഒരിക്കൽ ഇവിടെ റീഡിംഗ് റൂമിൽ ജിദ്ദയുടെ വലിയൊരു മാപ്പ്, വളരെ വിശദമായ ഒരു ചുമര് മുഴുവൻ അറിയാൻ പറ്റുന്ന വലിയൊരു മാപ്പ് വെച്ചിരുന്നു. അവിടെ പോയി അതിന്റെ ഓരോ ഭാഗങ്ങളും നോക്കി മനസ്സിലാക്കി അതിലുള്ള വിശദീകരണവും മറ്റും ചോദിച്ച് പഠിക്കുന്നത് കണ്ടാൽ ഈ പ്രായത്തിൽ ഉസ്താദിനെ സംബന്ധിച്ച് ഒരു ജിദ്ദയുടെ വിശദമായ ഒരു മാപ്പ് ഇത്രയും കൃത്യമായി മനസ്സിലാക്കി അതിലുള്ള സംശയങ്ങൾ ചോദിച്ച് വസ്തുതകൾ മനസ്സിലാക്കാൻ താല്പര്യമെടുക്കുന്നത് എന്തിനാണ്? അപ്പൊ യഥാർത്ഥത്തിൽ ആ വളർച്ചയുടെ തന്നെ രഹസ്യം അതായിരുന്നു. എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരുന്നു. വലിയൊരു ഉസ്താദും വലിയൊരു പണ്ഡിതനും മാതൃകാപുരുഷനുമായപ്പോൾ തന്നെ വളരെ ചെറിയൊരു വിദ്യാർത്ഥിയാവാൻ ആ മഹാന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിറുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാർ അസ്ഖാലി എന്ന് റസാനത്തിൽ പറഞ്ഞതുപോലെ ഇൽമിന്റെ കായികനികൾ നിറഞ്ഞു നിൽക്കുന്ന ആ കൊമ്പുചില്ലകൾ ഇൽമിന്റെ കനം തൂങ്ങുന്നതിനനുസരിച്ച് കീഴ്പോട്ട് താഴ്ന്നു വരുന്നത് പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെയേറെ താഴ്മ ചെയ്ത് ഏതൊരാളോടും തനിക്കറിയാത്തൊരു കാര്യം അറിയും എന്ന് തനിക്ക് തോന്നുന്ന ഏതൊരാളോടും യാതൊരു മടിയും കൂടാതെ അത് ചോദിച്ചു പഠിക്കാനും അതിൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി ആവശ്യമുള്ളത് കുറിച്ചെടുക്കാനും അല്ലാത്തത് മനഃപ്പാടമാക്കാനും മഹാനായ ഉസ്താദ് എപ്പോഴും ഉത്സാഹിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഒരിക്കൽ ഹജ്ജ് സീസൺ അല്ലാത്ത സമയത്ത് ആയതുകൊണ്ട് മശായിറുൽ ഹജ്ജിന്റെ മേഖലയിൽപ്പെട്ട അറഫ, മിന, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയ സമയത്ത് ജബറുർ റഹ്മത്തിന്റെ താഴെയെത്തി. അവിടെ ജബറുർ റഹ്മത്തിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന സ്ഥലം, ആ സ്ഥലത്ത് ചെന്ന് പ്രത്യേകം ദുആ ചെയ്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ ഞാനൊക്കെ ചെയ്യല് വേഗം കഴിഞ്ഞ് പോരലാണ്. താഴെ ഇറങ്ങിയതിന് ശേഷം അവിടെ ഒട്ടകത്തെ ഈ ബംഗാളികള് ബർമ്മ ബംഗാളികളായിരിക്കും ഒട്ടകത്തിന്റെ പുറത്ത് കട്ടിലേക്ക് വെച്ച് അതിന് മാലയൊക്കെ ചാർത്തി ഈ ഒട്ടകപ്പുറത്ത് 10 റിയാലോ 5 റിയാലോ ഒക്കെ കൊടുത്താൽ അതിന്റെ പുറത്ത് വാഹനത്തിൽ ഏറി കുറച്ച് സമയം സഞ്ചരിക്കുക. വയസ്സായ ഉസ്താദ് ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞു, ഫൈസ നമ്മള് ഒട്ടകപ്പുറത്ത് കയറിയല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല, ഉസ്താദ് കയറുകയാണെങ്കിൽ ഞാനും കയറും. അതൊക്കെ ഒരു അനുഭവമല്ലേന്ന് കയറി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് താല്പര്യപ്പെടുത്തിയതിന്റെ പേരിൽ ഞാനും തയ്യാറായി. അങ്ങനെ ആ ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ ഞാനും ഉസ്താദും വേറൊരു പ്രവർത്തകൻ ഞങ്ങൾ 3 ആളും കൂടി കയറിയിരുന്ന് അപ്പൊ തന്നെ ബംഗാളി പറഞ്ഞു, ശരിക്ക് പിടിച്ചോണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഒട്ടകം ഒരു കൈ എടുപ്പുക്കയ്യ. ആ സമയത്ത് ഒന്നായിട്ട് ഈ കട്ടിലോടുകൂടി ഒരു ഭാഗത്തേക്ക് ചെരിയും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പിടിച്ചോളം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൈ വെക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് ഇങ്ങോട്ട് തിരിയും. പിന്നെ പിൻകാല് ഒന്നുകൂടെ പൊക്കുമ്പോൾ ഇപ്പുറത്തേക്ക്. ഇതിലൊക്കെ നല്ല ശ്രദ്ധയും എടുത്തോ ഇല്ലെങ്കിൽ തെറിച്ചു പോകും. അങ്ങനെ അത് കഴിഞ്ഞ് കുറെ സഞ്ചരിച്ചതിന് ശേഷം താഴെ ഇറങ്ങി. എന്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇത്ര കൊല്ലം ഇവിടെ, ഈ കൊല്ലത്തിനിടയിൽ ഇതൊക്കെ ഒന്ന് അനുഭവിക്കണ്ടേ, നിങ്ങൾക്ക് ഇതുവരെ അത് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോ ഞാൻ വന്നപ്പോ എന്റെ കൂട്ടത്തിലല്ലേ കഴിഞ്ഞ് പറഞ്ഞതുപോലെ. പിന്നെ രണ്ടാമത് കുതിരപ്പുറത്ത് കയറാം. കുതിരപ്പുറത്ത് നോക്കുമ്പോൾ വണ്ടിയില്ല. കുതിരപ്പുറത്ത് ഓപ്പണായിട്ട് കയറിയിരിക്കണം. അതിന് ധൈര്യമില്ലാത്തത് കൊണ്ട് അതിന് പിന്നെ നിന്നില്ല. ചുരുക്കത്തിൽ എല്ലാം കേട്ടറിയുകയല്ല, ഒരു മനുഷ്യന് അനുഭവിക്കാനും പഠിക്കാനും അള്ളാഹ് ഹലാലാക്കിയ കാര്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് അനുഭവിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ വിഷയങ്ങൾ വസ്തുതകളായി മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നും ഉസ്താദിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കാം
ആ വളർച്ചയുടെയും രഹസ്യം. അതിന്റെയൊക്കെ പുറമെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ കുടുംബ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ വലിയൊരു അത്ഭുതം കാണാൻ കഴിയും നമുക്ക്. ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണല്ലോ. ഈ മഖ്ദൂമ് തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായി ഇസ്ലാമിന്റെ 1-ാം തീയതി തൊട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്നത് വരെ അവിടത്തെ ഒരു നിഴൽ പോലെ അനുഗമിക്കുകയും പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി തന്റെ സമയവും ആരോഗ്യവും സമ്പത്തും അറിവും സ്വാധീനവും മുഴുവൻ അള്ളാഹുവിന്റെ ദീനി ദഅവത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശ പ്രചരണത്തിന് ഒഴിഞ്ഞുവെച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ 3 ആൺമക്കളിൽ 2ാമത്തെ ആളായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് 3 ആൺമക്കളാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും വരില്ല. മൂത്ത മകൻ അബ്ദുറഹ്മാൻ, ആദ്യകാലത്ത് അബ്ദുൽ കഅബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അബ്ദുറഹ്മാൻ എന്ന പേരിൽ പ്രസിദ്ധനായ മൂത്ത മകൻ. അദ്ദേഹം അല്പം താമസിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽപ്പെട്ടവരാണ് 2ാമത്തെ മകൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവർ. അദ്ദേഹം ത്വായിഫ് യുദ്ധത്തിലേറ്റ പരിക്ക് കാരണം അവിടെ ഷഹീദായവരിൽപ്പെട്ടവർ. ഈ അബ്ദുല്ലാഹി എന്ന് പറയുന്ന 2ാമത്തെ മകന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട സിദ്ദീഖി പാരമ്പര്യമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യമുള്ള കുടുംബമാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ. ലോകത്ത് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണുന്ന ഒരു സത്യമുണ്ട്. ഇസ്ലാമിന്റെ ദഅവത്ത് പ്രചരിച്ചു കൊണ്ടുവരുന്നത് ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്താവുന്ന സാദാത്യങ്ങളിലൂടെയാണ് ദീനി ദഅവത്ത് നടക്കുന്നത്. അതേന്റെ തൊട്ടടുത്തായി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിന്റെ സ്വാധീനം കാണാം. സഹാബാക്കളുടെ ഒക്കെ കുടുംബ പാരമ്പര്യത്തിന് സ്വാധീനമുണ്ട്, അത് നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. എങ്കിലും അഹ്ലു ബൈത്തിന്റെ സ്വാധീനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ദീനീ ദഅവത്തിന്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കുടുംബം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബമാണ്. ആ കുടുംബ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സാദാത്യങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിക ദഅവത്ത് രംഗത്ത് ഏറ്റവും തല ഉയർത്തി നിൽക്കുന്നു. എന്നും ദഅവത്ത് രംഗത്ത് മുമ്പന്തിയിൽ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്താണ്. അത് പൂർവ്വകാലത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ അത് പറയേണ്ട ആവശ്യമില്ല. എന്നും ബഹുമാനപ്പെട്ട സാദാത്യങ്ങളാണ് തലയെടുപ്പോടെ ദീനീ ദഅവത്തിന്റെ രംഗത്ത്. എന്നാൽ അള്ളാഹുവിന്റെ ദീന് ഇൽമിലൂടെ പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ കുടുംബ പാരമ്പര്യമായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട മഖ്ദൂം കുടുംബം, അതിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം 1ാമനും സൈനുദ്ദീൻ മഖ്ദൂം 2ാമനും അബ്ദുൽ അസീസ് മഖ്ദൂമും തുടങ്ങി ആ മഖ്ദൂമുമാരൊക്കെ ഘനപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ ഹദീസിലും തഫ്സീറിലും ഫിഖ്ഹിലും തസവ്വുഫിലും എന്ന് മാത്രമല്ല അറബി വ്യാകരണ നിയമത്തിലും തുടങ്ങി എല്ലാ രംഗത്തും ഗ്രന്ഥരചന നടത്തി ഇസ്ലാമിന് സ്ഥായിയായ നിലനിൽപ്പ് കേരള ജനതക്കും മാത്രമല്ല ലോകത്തിന് തന്നെയും വെളിച്ചമേകാൻ ശ്രമിച്ചപ്പോൾ ആ രംഗത്ത് എടുത്തു പറയേണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് അവർ. ആ കുടുംബ പാരമ്പര്യത്തിന്റെ ബറക്കത്തായിരിക്കാം, അതുപോലെ തന്നെ ഉസ്താദന്മാരോടുള്ള അദബിന്റെയും ബറക്കത്ത് കൊണ്ടായിരിക്കാം കേരളത്തിൽ സമീപകാലത്തൊന്നും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയതുപോലെ ആധികാരികമായ മതഗ്രന്ഥങ്ങൾ അറബിയിലും മലയാളത്തിലും രചിച്ച പണ്ഡിതന്മാർ അധികമുണ്ടാവില്ല. പരിശോധിച്ച് നമ്മൾ അറിഞ്ഞിടത്തോളം ബഹുമാനപ്പെട്ട മിഷ്കാത്തുൽ മസാബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥത്തിന് വലിയ 8 വോള്യങ്ങളുള്ള ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതി മുസ്ലിം ലോകത്തിന്, കൈരളിക്ക് മാത്രമല്ല മുസ്ലിം ലോകത്തിന് സമർപ്പിച്ച
സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ വിവിധ ആശയങ്ങളിലൂടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ മാതമുഖങ്ങൾക്ക് മുഴുവനും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സുന്ദരമായ ആശയ ആദർശങ്ങളെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ആവശ്യമായ വ്യക്തമായ രേഖകളും ചോദ്യോത്തരങ്ങളും വാദമുഖങ്ങളും അതിന്റെ ഖണ്ഡനങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ 8 വോള്യങ്ങളുള്ള ആ മിഷ്കാത്തിന്റെ ശറഹ് മാത്രം മതി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ സേവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ അത് നമ്മൾ സാധാരണ ആലിമീങ്ങൾക്ക് അറിയാമെങ്കിലും സാധാരണക്കാർക്ക് അതിന്റെ ഗൗരവം അറിയില്ല. ഒരുപാട് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് മിഷ്കാത്തിന് തന്നെ ഇമാം തീബിയുടെ ശറഹുണ്ട്, അതുപോലെ തന്നെ ഇമാം മുല്ലാലി ഖാരിയുടെ ശറഹുണ്ട്. അവർക്ക് ആധികാരികമായ ഹദീസിനെ സംബന്ധിച്ച് പഠനം നടത്തി വ്യാഖ്യാനിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് തന്റെ പ്രസിദ്ധമായ മിഷ്കാത്ത് വ്യാഖ്യാന ഗ്രന്ഥത്തിലൂടെ കേവലം ഹദീസ് വ്യാഖ്യാനം എന്നതിൽ ഒതുങ്ങി നിൽക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ ഒരു രേഖ, ഒരു ഗ്രന്ഥം എന്ന നിലക്ക് ഹദീസുകളുടെ വെളിച്ചത്തിൽ നിലവിലുള്ളതും മുമ്പുണ്ടായിരുന്നതും ഇനി വരാൻ സാധ്യതയുമുള്ളായ ഏതൊക്കെ ഈ വാദമുഖങ്ങളുണ്ടോ ആ വാദമുഖങ്ങളെ മുഴുവനും പിഴുതെറിയുമാറുള്ള ശക്തമായ വാദമുഖങ്ങളോടും അവരുടെ ആശയങ്ങളെ അടിവേരറുക്കുന്നതിനൊക്കെയുള്ള ഖണ്ഡനങ്ങളും വിസ്തരിച്ചു പറഞ്ഞുകൊണ്ട് അത് ലോകത്ത് സുന്നത്ത് ജമാഅത്തിന് തന്നെ വലിയൊരു സമ്പത്താണ്. ഒരു കേരളക്കാരനായ അതോടുകൂടി തന്നെ ദർസിലും മറ്റ് 100 പ്രശ്നങ്ങളിൽ ഓടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ തിരക്കുകൾക്കിടയിൽ അങ്ങനെ ഒരു മിഷ്കാത്തിന്റെ ശറഹ് എഴുതി എന്നത് തന്നെ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കറാമത്താണ്. 5 കൊല്ലക്കാലം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അത് എഴുതി പൂർത്തിയാക്കിയത് എന്ന് ഒരിക്കൽ ഉസ്താദ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിപ്പം കൊണ്ടും ആശയ ഗാംഭീര്യം കൊണ്ടും ഫിഖ്ഹ് സുന്ന എന്ന പേരിൽ ജലാലൈനിയോളം വലിപ്പം വരുന്ന ഒരു വലിയ ഗ്രന്ഥം നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ബിദ്അത്തുകാർ ചില ഫിഖ്ഹി വിഷയങ്ങളെ എതിർക്കുകയും ഗണ്ണിക്കുകയും ചെയ്യുന്നിടത്ത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ വിധിവിലക്കുകളും നിയമങ്ങളും എന്താണെന്നും അതിന്റെ തെളിവുകളും രേഖകളും എവിടെയൊക്കെ ഉണ്ടെന്നും ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു റഫർ ചെയ്യാൻ പറ്റുന്ന ആധികാരിക ഗ്രന്ഥമായിക്കൊണ്ട് മുസ്ലിം കൈരളിക്ക് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് സമർപ്പിച്ചതാണ് ഫിഖ്ഹ് സുന്ന. അതൊരാവർത്തി വായിച്ചാൽ മാത്രം മതി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബിലുള്ള ആഴത്തിലുള്ള പരിചയവും വിശാലമായ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ പരപ്പും മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ അതേ വലിപ്പത്തിലുള്ള വളരെ ഗംഭീരമായ മറ്റൊരു കൃതിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തന്നെ അഖീദത്തു സുന്ന എന്ന പേരിൽ പഴയ കാലത്തെ ഇൽമുൽ കലാമിലൂടെ വിശ്വാസശാസ്ത്രത്തെ പരിചയപ്പെടുത്തേണ്ട സാഹചര്യം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വന്നപ്പോൾ അന്ന് ഉലമാക്കൾ ആ രീതിയിൽ അതിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ല, മറിച്ച് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ കാലികമായി വിശദീകരിച്ചുകൊണ്ടും വിദഗ്ധക്കാരുടെ കള്ളവാദങ്ങളെ മുഴുവനും നിഷ്കരണം തകർത്ത് തരിപ്പണമാക്കാൻ സഹായകമാവുന്ന പണ്ഡിതന്മാർക്ക് ഒരു ആധികാരികമായ ഗ്രന്ഥമായി സമർപ്പിച്ച അഖീദത്തു സുന്ന തുടങ്ങി അറബിയിൽ തന്നെ ധാരാളം, അത് വളരെ ചെറിയ, അത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ മുതഅല്ലിമീങ്ങൾക്ക് അറബി വ്യാകരണ നിയമം പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് കൊടുക്കുന്ന കവിതാശകലങ്ങളുടെ അഥവാ ശവാഹിദ് വൈത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥം തൊട്ട് തുടങ്ങി അർക്കിയുടെ മലയാള പരിഭാഷ വരെ തുടങ്ങിയ ചെറുതും വലുതുമായ ധാരാളം മേഖലകളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിജ്ഞാനം ഈ ലോകത്ത് നിത്യമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ മലയാളത്തിൽ മഹാനായ ഉസ്താദ് രചിച്ച ധാരാളം ഗ്രന്ഥങ്ങളിൽ മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം എന്ന പേരിൽ
ബൃഹത്തായ ഒരു ഗ്രന്ഥം. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും വാങ്ങി വായിച്ചാൽ വളരെ ഫലപ്രദമാണ്. അതോടുകൂടി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പരന്ന വിജ്ഞാനത്തെ സംബന്ധിച്ച് ഏതൊരു മനുഷ്യനും അമ്പരന്നു പോവും. ലോകത്തുള്ള മതങ്ങളും ഇസങ്ങളും അവയുടെ കാഴ്ചപ്പാടുകളും അതിലുള്ള അബദ്ധങ്ങളും വിസ്തരിച്ച് പറഞ്ഞു പോരുന്ന ഈ മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ഈ കിതാബ് ഓതിക്കൊടുത്തും ദർസ് ചൊല്ലിക്കൊടുത്തും പള്ളിയിലും അറബി കോളേജിലും ജീവിക്കുന്ന ഈ മനുഷ്യന് എവിടെ നിന്നാണ് ഈ വിജ്ഞാനങ്ങളൊക്കെ ലഭിച്ചത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ധാരാളം മലയാളത്തിലും അറബിയിലുമുള്ള കിതാബുകൾ ഇന്ന് നടക്കുന്ന മുഖാമുഖങ്ങളാവട്ടെ, ഖണ്ഡന പ്രസംഗങ്ങളാവട്ടെ, വാദപ്രതിവാദങ്ങളാവട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ യുവ പണ്ഡിതന്മാർക്കും വെളിച്ചം വീശുകയും അവർക്ക് ആധികാരികമായ പ്രമാണങ്ങൾ നിഷ്പ്രയാസം കണ്ടെത്താൻ ആവശ്യമായ ദർശനം നൽകുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് മുഴുവനും എന്നും അനുസ്മരിക്കാൻ പറ്റുന്ന ജീവിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകൾ ജീവിച്ച് ഇഹലോകവാസം വെടിഞ്ഞ മഹാനായ ഉസ്താദ് അവർകളെ ഈ ലോകത്തിനൊരിക്കലും മറക്കാൻ കഴിയില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ വെച്ച് ഓതപ്പെടുന്ന ഹുതുബ ഫാത്തിഹ ഹുതുബയായിരുന്നു പൂർവ്വകാലത്ത് അല്ലെങ്കിൽ സമീപകാലം വരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഖതീബുമാരും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് രചിച്ച ഖുതുബത്തുൽ ജുമുഅ എന്ന ആധുനിക അറബി ശൈലിയിലുള്ളതും അതുപോലെ തന്നെ നവങ്ങളായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നാൽ വളരെ ലളിതമായി ഏതൊരു സാമാന്യ അറബി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉസ്താദിന്റെ ആ ഖുതുബ ഇന്ന് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പള്ളികളിൽ വെള്ളിയാഴ്ച തോറും ഖുതുബ ഓതുമ്പോൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പണ്ഡിതന്മാരുടെ മനസ്സിൽ ജീവിക്കുകയാണ്. വാദപ്രതിവാദത്തിനൊരുങ്ങുമ്പോൾ, ഖണ്ഡന പ്രസംഗത്തിനൊരുങ്ങുമ്പോൾ അവിടെയൊക്കെ എളുപ്പത്തിൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന യുവ പണ്ഡിതന്മാരുടെ മുന്നിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കൃതികൾ സഹായകമായി ആ ഉസ്താദിനെ പോലെ തന്നെ ലളിത സുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഏത് എതിർപ്പുകൾ വിദഗ്ധക്കാരിൽ നിന്ന് വന്നാലും അതിന് സുഖസുന്ദരമായി മറുപടി പറയാൻ വേണ്ട മാർഗരേഖകൾ എഴുതിത്തന്ന് ഉസ്താദ് അവർകൾ നമ്മോട് യാത്ര പറഞ്ഞെങ്കിൽ ആ ഉസ്താദിന്റെ മഹത്തായ സേവനം സുന്നത്ത് ജമാഅത്തിന് ഖിയാമത്ത് നാൾ വരെ ഒരു കവി പറഞ്ഞതുപോലെ കടലാസിൽ എഴുതപ്പെട്ട രേഖകൾ ഇവിടെ എന്നും പ്രക്ഷോഭിതമായി കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ വകാതിബുഹു റമീമുൻ ഫിത്തുറാബി എഴുതിയ ആൾ ചിലപ്പോൾ മൺമറഞ്ഞ് ചിലപ്പോൾ മണ്ണോട് ചേർന്നിരിക്കും. അപ്പോഴും അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിന് പ്രകാശം വെളിച്ചം പരത്തിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പല ഉസ്താദന്മാർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു അനുഗ്രഹമാണ് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി ഈ ലോകത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലെയുള്ള വളരെ വലിയ ആഴത്തിലും പരപ്പിലും വിജ്ഞാനത്തിന്റെ സാമ്രാജ്യമായിരുന്ന അത്തരം മഹത്തുക്കൾ, പക്ഷേ അവരുടെ ആ വിജ്ഞാനശാഖ സാധാരണക്കാർക്ക് പിൽക്കാലത്ത് ലഭിക്കുമാർ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് തന്നെ നേരിട്ട് പറയുന്നത് കേൾക്ക, ദർസിൽ പഠിക്കുന്ന കാലത്ത് ശംസുൽ ഉലമയുടെ കൂടെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് എനിക്ക് മനസ്സിൽ വലിയൊരു വിഷമം അനുഭവപ്പെടുന്ന ഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊടിയാട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉൾപ്പെടെയുള്ള നന്ദിയിൽ നിന്നുള്ള പ്രതിനിധികൾ വന്ന് നന്ദിയിലേക്ക് മുദരിസായി ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ച കാരണം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് കൂടി ഒന്നിച്ച് ജീവിക്കാനും ആ ഇൽമിൽ നിന്ന് സ്വായത്തമാക്കാനും കഴിയുമല്ലോ എന്ന സന്തോഷമായിരുന്നു. അങ്ങനെ അത് പൂർണ്ണമായും മഹാനവർകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം തന്നെ പലപ്പോഴും അത് പറയാറുണ്ട്. ദർസ് ശംസുൽ ഉലമന്റെ സബക്ക് നടക്കുന്ന സമയത്ത്
അല്ലാതെ തന്റെ സഭയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഷംസുൽ ഉലമ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പള്ളിയിൽ വെച്ചായിരുന്നു ഷംസുൽ ഉലമ ദർസ് നടത്താറ്, ആ പള്ളിയുടെ ചെരുവിൽ താഴ്വരയിൽ ഇരിക്കും, മുന്നിൽ വന്നിരിക്കാതെ. എന്നിട്ട് ഷംസുൽ ഉലമയുടെ പാഠങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല, പ്രധാന പോയിന്റ്സുകൾ വരുമ്പോൾ തന്റെ തൊട്ടടുത്ത് താഴ്വരയുടെ അടുത്തുള്ള വാതിലിന്റെ നേരെ ഇരിക്കുന്ന മുതഅല്ലിമിനോട് ചോദ്യം പറഞ്ഞു കൊടുക്കുകയും ആ ചോദ്യം ഷംസുൽ ഉലമയുടെ സദസ്സിൽ ദർസിൽ ചോദിക്കപ്പെടുകയും, ഷംസുൽ ഉലമക്കറിയാൻ ചോദിക്കുന്നത് ഈ വിദ്യാർത്ഥിയല്ല, അപ്പുറത്ത് മറ്റേയാളുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ബുദ്ധിപരമായും ശാസ്ത്രീയമായും പ്രമാണബന്ധിതമായും അതിന് വസ്തുനിഷ്ഠമായ മറുപടി പറഞ്ഞു കൊടുക്കുകയും, അങ്ങനെയുള്ള ഒരുപാട് ദർസ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ദർസിലൂടെ സംഭരിച്ച വലിയൊരു വിജ്ഞാനം പിന്നീട് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഗ്രന്ഥരചനയിലും അതുപോലെ തന്നെ ആ വിജ്ഞാന വികാസത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നേർക്ക് നേരെ ഷംസുൽ ഉലമയുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കൈയാൽ എഴുതിയതില്ലെങ്കിലും ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ആ ഗ്രന്ഥരചനയിൽ കാര്യമായ സ്വാധീനം മഹാനായ ഷംസുൽ ഉലമയുടെ ഇൽമിനും കൂടി ഉണ്ട്. അത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പേനയിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ കൽബിൽ നിന്ന് വന്ന സുന്നത്ത് ജമാഅത്തിന് ശക്തമായ വാദമുഖങ്ങളും തെളിവുകളും യഥാർത്ഥത്തിൽ ഇന്ന് ലഭിക്കുന്നത് നമുക്ക് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിലൂടെയാണ്. ഇനി അദ്ദേഹത്തിന്റെ മദ്ഹ് പറയാൻ എനിക്ക് അധികം അറിയില്ല, അറിയുന്നത് കൂടുതൽ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും അല്ല. ഞാൻ തീരെ വൈക്കെടുക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ സഖാഫിമാരോ താലിമിമാരോ ആരെങ്കിലും ഒന്ന് ഉസ്താദുമായി അടുത്ത് ബന്ധമുള്ള താലിമീങ്ങൾ പറയട്ടെ എന്ന് കരുതി പറയാതെ വന്നപ്പോ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് മഹത്തായ സേവനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ദർസ് നടത്തിയ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, അവർക്ക് ശിഷ്യന്മാരുണ്ട്, ആ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുണ്ട് എന്നതൊക്കെ സത്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ശാഖയിലേക്കാണ് ഞാനിപ്പോൾ സൂചന ചെയ്തത്. അറബിയിലും മലയാളത്തിലുമായി മഹാനായ ഷേഖ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അവർകൾ എഴുതി മുസ്ലിം കൈരളിക്ക് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന് സമർപ്പിച്ച ആ ഗ്രന്ഥങ്ങൾ മഹാനവർകൾ കൊളുത്തിവെച്ച ഇൽമിന്റെ പ്രകാശ കൈത്തിരിയാണ്. ഈ രണ്ട് കൈത്തിരികൾ, ഒന്ന് അവിടെ നിന്ന് ഇൽമ പഠിപ്പിച്ച ശിഷ്യഗണങ്ങൾ, വലിയൊരു വിഭാഗം 10,000-ലധികം വരുന്ന ശിഷ്യഗണങ്ങൾ, അവർക്ക് ലക്ഷക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങൾ, അങ്ങനെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് അവരുടെ ശിഷ്യന്മാര്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ശിഷ്യഗണങ്ങൾ, ആ പാരമ്പര്യം ലോകാവസാനം വരെ മുറിയാതിരിക്കുമ്പോൾ അതിന്റെ മുഴുവനും മഹത്വം ഇന്ന് നെല്ലിക്കുത്ത് സ്വന്തം സ്ഥലത്ത് തന്നെ നിർമ്മിച്ച പള്ളിയോട് ചേർന്ന് നിർമ്മിച്ച ആ അപരിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഉസ്താദിന് ആ ഒരു വെളിച്ചത്തിൽ നിന്നും ലഭിക്കുന്ന മഹത്തായ നേട്ടങ്ങൾ ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ, നേരിട്ട് വിദ്യ നുകരാൻ ഉസ്താദിയത്ത് ലഭിക്കാൻ സാധിച്ചിട്ടില്ലാത്ത, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി സേവനം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും, അറബി അറിയുന്നവരും മലയാളം അറിയുന്നവരുമായ മുഴുവൻ ആളുകൾക്കും തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഉസ്താദിന്റെ മലയാളത്തിലെഴുതിയ അറബി, അതിനുള്ള തെളിവുകളെല്ലാം അറബി മൂലത്തിൽ തന്നെ കൊടുത്തുകൊണ്ട് എഴുതിയ തുല്യതയില്ലാത്ത ആ ഗ്രന്ഥം മാത്രം രണ്ടാവർത്തി അല്ലെങ്കിൽ മൂന്നാവർത്തി മനസ്സുകൊടുത്ത് വായിച്ചാൽ ഏതൊരു സാധാരണക്കാരനും സുന്നത്ത് ജമാഅത്തിനെതിരിൽ വഹാബി, മൗദൂദി, തബ്ലീഗ്, ഖാദിയാനിയാദി എന്തൊക്കെ അലവലാദികളുണ്ടോ അവരൊക്കെ ഉന്നയിക്കുന്ന എത്ര പുതിയ പുത്തൻ വാദങ്ങളാണെങ്കിലും ആ വാദങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ സൂര്യശോഭയോടെ നിലനിൽക്കുന്ന ആശയാദർശങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഒരു മനുഷ്യനെ യോഗ്യനാക്കാൻ, ഒരു പണ്ഡിതനല്ലാത്ത സാധാരണക്കാരനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നെഞ്ഞൂക്കോടുകൂടി വെല്ലുവിളി നേരിട്ട് മുന്നോട്ട് നീങ്ങാനും സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി പിന്തുണക്കാനും വിദഗ്ധക്കാരെ തരിപ്പണമാക്കാനും ആ ഒരൊറ്റ പുസ്തകം ഉണ്ടായാൽ മതി. അതുപോലെ അറബിയിലും മലയാളത്തിലുമുള്ള ആ ധാരാളം ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, അത് പഠിച്ചും വായിച്ചും പ്രചരിപ്പിച്ചും നിലനിന്നുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വിജ്ഞാനത്തിന്റെ രണ്ടാമത്തെ ശാഖയാവുന്ന ഗ്രന്ഥത്തിലൂടെയും ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്ന്
ശിഷ്യന്മാരങ്ങൾ ഈ രക്തമായിരം ഖിയാമത്ത് നാൾ വരെ വരുന്ന സത്യദീനിന്റെ അനുയായികൾക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നമ്മോട് ഭൗതികമായി വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ശിഷ്യന്മാരിലൂടെയും ഈ കിതാബുകളിലൂടെയും നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നു, അതെന്നും ജീവിച്ചുകൊണ്ടിരിക്കും. മഹാനായ ഉസ്താദിന്റെ ദറജ, അവരുടെ പ്രിയപ്പെട്ട പത്നിയും വഫാത്തായി, അവരും ആ കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെയൊക്കെ ദറജ അല്ലാഹു തആല ഒരുപാട് ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനും അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാനുമുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്തിലേക്ക് ഉയരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ ലഘുഭാഷണം